കൂടെ ഒന്നല്ലോ കൂടെ പോകുന്ന യാത്രയിൽ കേരളത്തിലെ പല ഭാഗങ്ങളിലൂടെയും കടന്നു പോവുകയാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ മുസ്ലിം സഹോദരന്മാരും വളരെ ആവേശത്തോടു കൂടി അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവിടെ അദ്ദേഹം എത്തിപ്പെട്ടത്. ഇതിലെ അയനിക്കാട് അദ്ദേഹം താമസിച്ചു. ഇന്ന് രാവിലെ 6 മണിക്ക് യാത്ര തുടങ്ങും. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു നാസ്താ സൗകര്യമൊക്കെ ഒരുക്കി നമ്മൾ സ്വീകരണം കൊടുക്കാനാണ് തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടുത്തെ അഹ്ലു ജമാഅത്ത് കമ്മിറ്റി കൈനാട്ടിയുടെ അവർ എല്ലാ സഹായങ്ങളും ഭക്ഷണ സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് വീട്ടിലെ ഉമ്മമാരാണ് അതിനുവേണ്ടി സജ്ജീകരിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മമാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആശംസയുള്ള കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് യാത്ര അദ്ദേഹത്തിന് തുടരാനുള്ളത് കൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്ര ഹൈറിലും ബറക്കത്തിലും സലാമത്തിലുമാക്കട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം അള്ളാഹു തട്ടിമാറ്റി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറും മർദിയുമാക്കി അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. പൂർണ്ണ സന്തോഷത്തോടുകൂടി റാഹത്തായി പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ എത്തിക്കൊണ്ട് അവിടെ വെച്ച് പരിശുദ്ധമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കുവാൻ അവിടുന്ന് മദീന മുനവറയിലെത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്ത് അവിടുന്ന് സലാം പറഞ്ഞ് സന്തോഷത്തിൽ റാഹത്തായി തിരിച്ച് നാട്ടിൽ വരുവാൻ കാണുവാനും ഒക്കെ അള്ളാഹു എല്ലാ ഹൈറും നന്മയും ബറക്കത്തും അദ്ദേഹത്തിന് നൽകട്ടെ. പ്രത്യേകം നമുക്കൊക്കെ പറയാനുള്ളത് യാത്രയിലൂടെ യാത്രക്കാരുടെ പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷിഹാബ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ പ്രവാസി നാട്ടിലുള്ള എല്ലാവർക്കും ഈ എല്ലാ സ്ഥലത്ത് വെച്ച് യാത്രയിലൊക്കെ ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. പുണ്യമായ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം, മറന്നു പോകരുത് എന്ന് കൂടി സാന്ദ്രമായി ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്വീകരണം യാത്രയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയ ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഉസ്താദ് ദുആ ചെയ്യും. അൽ-ഫാത്തിഹ. اللهم صل على سيدنا محمد وعلى آله وسلم. اللهم صل وسلم وبارك على سيدنا محمد والخاتم لما سبق والناس بالحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. ربنا نؤمن ثواب صلواتنا وقراءتنا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم الخير كلهم أينما كانوا إلى أرواح الأنبياء والأولياء والعلماء والشهداء والصالحين وإلى أرواح آبائنا وأمهاتنا وأمهات منا واجمع بيننا وبينهم في دار جنات النعيم. ربنا بجاه توفيقنا ولمن يريد السفر منا بالحج المبرور والعمرة المقبولة والزيارة المرضية
والسلام لا تعذب بالعذاب من السماوية والأرضية اللهم وفقه لتكملة مناسك الحج مع الراحة والسلامة لا تعذب بلا مشقة يا ذا الجلال والإكرام اللهم وفقه للطواف حول الكعبة والمشي بين الصفا والمروة والمبيت بمزدلفة عرفة ولسائر مناسك الحج مع الراحة والسلام لا تعذب بالعذاب من السماوية والأرضية اللهم وفقه للجلة للدعاء لنا تلك المواضيع الشريفة الرحمة يا الله ഞങ്ങളുടെ കൂട്ടുകാരൻ ഹജ്ജിന് വേണ്ടി പോകുന്ന പഠിച്ചവനെ എല്ലാവിധ റാഹത്തും നൽകണേ പഠിച്ചവനെ എവിടെയും നീ തളർത്തിക്കളയില്ല കൂട്ടുകാരന്റെ ഹലാലായ മുറാദിനെ ശുദ്ധമായി നിന്റെ കഅബയിൽ ലക്ഷ്യമാക്കി കൂട്ടുകാരൻ നിങ്ങളുടെ ഇന്ത്യയിൽ മഹാനായ ആദം അലൈഹിസ്സലാം ഹജ്ജിന് പോയ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പഠിച്ചവനെ നിന്റെ വീട് ലക്ഷ്യമാക്കി തുടങ്ങി ഈ എല്ലാ സുരക്ഷിതത്വവും നൽകണേ ആഗ്രഹം സഫലമാക്കി പഠിച്ചവനെ എല്ലാ അടങ്ങത്തിന്റെ കാവൽ നൽകണേ ഗുണ നൽകണേ പഠിച്ചവനെ നീ തളർത്തിക്കളയല്ല എല്ലാവിധ ഹൈറും സലാമത്തും ഹിഫ്ദും നൽകി നീ അനുഗ്രഹിക്കണം ഞങ്ങളെയും ഒക്കെ ആ ഭവനത്തിന്റെ ചാരത്തേക്ക് നീ എത്തിക്കണേ ഒത്തുകൂടൽ സാലിഹ മലായിക സംഘടിച്ച എല്ലാവർക്കും നീ ഹൈർ നൽകണേ സഹകരിച്ച എല്ലാവർക്കും നീ ഹൈർ നൽകണേ കുറച്ചവനെ ഞങ്ങൾ മരണപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك